ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്ന് ഞാൻ പറയുന്നില്ല, ആദ്യമായിട്ടാണ് ഞാനൊരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അബുദാബിയിലാണ്. അപ്പോൾ എനിക്കിതിൻ്റെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാനിപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്ലൈറ്റ് ഇറങ്ങിയതിൻ്റെ ക്ഷീണത്തിലൊന്നും എനിക്കൊന്നും വ്ളോഗ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഞാൻ ഇവിടെ ഒരു മോസ്കിലെത്തിയതിന് ശേഷമാണ് ഇപ്പോൾ വ്ളോഗൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇനി കുറച്ചായിട്ട് ഞാൻ ചെറിയ ചെറിയ വ്ളോഗുകൾ ഇടുന്നതായിരിക്കും. പിന്നെ ചെറിയ തരത്തിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും. ഗായ്സ്, നമ്മളിപ്പോൾ എവിടെയാണ്? നമ്മളിപ്പോൾ അബുദാബിയിലെ അറിയപ്പെടുന്ന വലിയൊരു മോസ്കിലാണ്. എല്ലാവർക്കും കാണാമല്ലോ അല്ലേ? അതിൻ്റെ ഇടയിൽ എൻ്റെ തട്ടൊന്നും ഉരുപ്പോയി. നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ തട്ടൊക്കെ ഇടണം, കൈയൊക്കെ സ്ലീവ്ലെസ് ഇടാൻ പാടില്ല, നമ്മൾ ഫുൾ കൈ ഇടണം. അതുകൊണ്ട് ഞാനൊരു ഹൂഡി എടുത്തിട്ടു. പിന്നെ ഇവിടെ വരുമ്പോൾ കുറേ നേരം ഫോട്ടോ എടുക്കാനുള്ള ചാൻസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. ഇല്ല, ഗൈഡ് ഉണ്ടെങ്കിൽ അയാൾ നമ്മൾ ഓടിച്ചുകൊണ്ടേ ഇരിക്കും. അയാൾ നമുക്കൊരു ഫോട്ടോ എടുക്കാൻ പോലും നമ്മളെ സമ്മതിക്കില്ല, അതിനുള്ള സമയം തരില്ല. അങ്ങനെ നമ്മൾ ഓടിച്ചുകൊണ്ടേ ഇരിക്കും. അതാണ് ഇവിടുത്തെ ഒരവസ്ഥ. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാം നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്ക് നല്ല ഫോട്ടോ എടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഗൈഡിനെ പരമാവധി നിങ്ങൾ കൂട്ടാണ്ടിരിക്കുക, അതായിരിക്കും എന്തുകൊണ്ടും. ഞങ്ങളുടെ മുന്നിൽ ഞങ്ങളൊന്നും വേണ്ടാണ്ട് ഓടിപ്പിടഞ്ഞ് നടക്കുന്ന ഞങ്ങളുടെ രക്ഷിതാക്കളുണ്ട്. വളരെ സ്പീഡിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ എല്ലാവരുടെയും കോസ്റ്റ്യൂംസ് ഏകദേശം ഷെയ്ക്കിൻ്റെ പോലെയാണ്. പിന്നെ തട്ടൊക്കെ ഇട്ട് എല്ലാവരും നല്ല മഞ്ചത്തിയാളായിട്ട് നടക്കുവാണ്, ഞങ്ങളുടെ പോലെ. പിന്നെ രാത്രി ഞങ്ങൾ ഓടിക്കേറി ക്രൂസ് ഷിപ്പിൽ ചെന്നത്. കാരണം നമ്മൾ കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു. എങ്ങനെയായാലും നമ്മൾ കയറി ഫ്രണ്ടിൽ തന്നെ ഫോട്ടോ സെഷനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് സെറ്റായിട്ടാണ് ക്രൂസ് ഷിപ്പിൽ നിന്ന് പോയത്. ഇതാണ് നമ്മൾ താമസിച്ചിരുന്ന റൂം. ഗ്രാൻഡ് പ്ലാസയിലാണ് നമ്മൾ താമസിച്ചത്. വളരെ നല്ല ഹോട്ടലായിരുന്നു ഇത്. നമ്മൾ കിടന്നിരുന്ന 3 പേർക്ക് കിടക്കാനുള്ള ബെഡിലാണ് നമ്മൾ കിടന്നിരുന്നത്. ഞാനും ഹരിയും ശ്രീകുട്ടിയായിരുന്നു റൂമിലുണ്ടായിരുന്നത്. ഇനി പുറത്തെ വ്യൂ കാണിച്ചു തരാം. അങ്ങനെ ഭയങ്കരമായ വ്യൂ ഒന്നും ഇല്ല ഇവിടുന്ന്. എല്ലാ ടെറസുകളും മാത്രമേ ഇങ്ങനെ കാണാനുള്ളൂ. നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അമ്മ കയറി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് നമ്മൾ കഴിക്കാനിരിക്കുന്ന ഏരിയ. ലിഫ്റ്റ് ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ ഇതിൽ നിന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെയാണ് തുറന്നത്. ഇനി നമ്മൾ ഇപ്പുറത്തായിരിക്കും തുറക്കുക. പിന്നെ നമ്മുടെ റൂമിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ദുബായ് മാളിലാണ്. ബുർജ് ഖലീഫ കാണാൻ പോവുകയാണ്. ഇവിടെ ഇപ്പോൾ ഭയങ്കര തിരക്കുണ്ട്, നല്ല ക്യൂ ആണ്. കുറേ ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട്.
പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഗ്ലോബൽ വില്ലേജിൽ തന്നെയാണ്. അതിൻ്റെ ഒരു ടർക്കിയിലാണ്. നമ്മൾ അമ്മമാർ ഭയങ്കര പർച്ചേസിങ് ഷോപ്പിങ്ങിലൊക്കെയാണ്. നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ഉലാത്തി നടക്കുകയാണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മിറാക്കിൾ ഗാർഡനിലേക്കാണ്. ഇതുവരെ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു പാപ്പ? ഈ പ്രാവശ്യത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞാല് ഇതുവരെ പോയിട്ടുള്ളതിൽ ഏറ്റവും നല്ല ട്രിപ്പായിരുന്നു. കാരണം നമ്മള് ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആയിട്ടുള്ള ബുർജ് ഖലീഫയുടെ മുകളിൽ വരെ കയറി. അതില് ഭയങ്കര സന്തോഷമുണ്ട്. എന്റെ ഭാര്യക്ക് അതിലും വലിയ സന്തോഷം. നമ്മളിപ്പോൾ മിറാക്കിൾ ഗാർഡനിലേക്ക് നമ്മളിപ്പോൾ മിറാക്കിൾ ഗാർഡൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടക്കുവാണ്. ഭയങ്കര രസമുണ്ട്. ഇവിടെ എല്ലാം നല്ല ഫ്ലവേഴ്സും ഒരു 95,000 ഫ്ലവേഴ്സോളം ഇവിടെ ഉണ്ട്. ഇനി പോയിക്കൊണ്ടിരിക്കുന്നത് ഡെസേർട്ട് സഫാരിക്കാണ്. ബാക്കി ഇനി അമ്മേ അവിടെ വെച്ച് കാണാം. കോഫിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഒരു റോബോട്ടാണ്. ഇതിങ്ങനെ വേറെ ആൾക്കാരൊന്നും സെർവ് ചെയ്യാനില്ല. ഇവിടെ റോബോട്ട് തന്നെയാണ് എല്ലാം സെർവ് ചെയ്യുന്നത്.
audience supervisor. Pretty soon, you will all be going into space. If you look at that small screen above you, you'll see that each spacecraft is being prepared for you. ഇനി നമ്മൾക്ക് വേണ്ടി ഇവരുണ്ടാക്കിയ ഒരു സ്പേസ് ക്രാഫ്റ്റിൽ കയറുകയാണ് നമ്മൾ. ചെടികളുടെയും മൃഗങ്ങളുടെയൊക്കെ DNA-കളാണ്. ഇതിങ്ങനെ ലൈറ്റ് ഇങ്ങനെ ഓണും ഓഫായി വരുന്നതുകൊണ്ട് എനിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഇതുകൾ കാണിക്കാൻ പറ്റണില്ല. എന്നാലും ഉള്ളതൊക്കെ ഞാൻ കാണിക്കാം. ഇതിപ്പോൾ ഒരു ഉറുമ്പിൻ്റെ ആണെന്ന് തോന്നുന്നു. ഇതേതോ പാറ്റയുടെ. ഇതേതോ പക്ഷിയുടെയാണ്. ഓരോ പക്ഷികളുടെയാണ് ഇനി കാണിക്കുന്നത്. ഇത് എക്സ്പീരിയൻസ് ചെയ്യാത്തവർ എക്സ്പീരിയൻസ് ചെയ്യണം. വളരെ നല്ല കാഴ്ചകളാണ്. What is your name? My name is Amaka. Where are you from? I'm from Engineers Arts in the UK, but you can find me here at the Museum of the Future in Dubai. അങ്ങനെ നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. ഇനി വേറൊരു മാളും കൂടി ഞങ്ങൾക്ക് കാണണം. അതുകൊണ്ട് ഞങ്ങൾ വാല്യൂ പാക്കിന്റെ കാരിഫോറിന്ന് മേടിച്ച ആൽമോണ്ട് ഡേറ്റ്സ് ആണ്. വില കുറവിന് 3 എണ്ണം 4 എണ്ണം അങ്ങനെ പറഞ്ഞ് കളിക്കാം. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് എല്ലാവരും. ഓ കൈയൊക്കെ പിടിച്ച് എൻ്റെ മോള് വീഴാണ്ടിരിക്കാൻ. അതൊക്കെ അമ്മയും അച്ഛനും ഏത് പറമ്പിലാണ് നിക്കണേ. നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാൻ അടുത്തായിട്ട് നമ്മൾ വന്നേക്കണത് സിറ്റി സെൻറ്ററിലാണ്. അപ്പം എല്ലാവരും ഇവിടെ ഇങ്ങനെ തരപര നടക്കുന്നുണ്ട്. സിറ്റി സെൻറ്റർ നമുക്ക് ഇഷ്ടമില്ല. നമ്മൾ എല്ലാവരും ഇങ്ങനെ പുറത്ത് ഇങ്ങനെ കാത്തുകുത്തി നിൽക്കുകയാണ്. ഞങ്ങൾ ഇതുവരെ റീൽസ് എടുത്തില്ല എന്നുള്ള പ്രശ്നമില്ല. 4 ദിവസത്തെ ട്രിപ്പ്. ഇവിടെ എല്ലാവരും ഭയങ്കര ഉറക്കത്തിലാണ്. നമുക്കതെങ്ങനെയാണ് കാണാം. നമ്മളിപ്പോൾ ഷാർജ എയർപോർട്ട് എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഷാർജ എയർപോർട്ട് കണ്ടു. വന്നിറങ്ങിയത് അബുദാബി എയർപോർട്ടിലായതുകൊണ്ട് അബുദാബി എയർപോർട്ട് കണ്ടു. ദുബായ് എയർപോർട്ട് കണ്ടു. മൊത്തത്തിൽ അടിപൊളി ട്രിപ്പായി. ഇപ്പം ഞങ്ങൾ കോഫി കുടിക്കാൻ പോവുകയാണ്. എങ്ങനെയുണ്ട് ചായ? കച്ചിട്ട് പാടില്ല. നമ്മളപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുന്നു. പാപ്പ എന്താ ബർഗർ കുത്തിക്കിട്ടുണ്ട്.
സ്മോൾ സൈസ് ബർഗറാണ്. അത് ഞങ്ങൾക്കത് കഴിക്കാം. വിഷമത്തിലായിരുന്നു വലുതാണെങ്കിൽ എങ്ങനെ കഴിച്ച് അവസാനിപ്പിക്കും എന്നുള്ളത്. പക്ഷേ നമുക്കിതാ ഒരു കാര്യം ചോദിച്ചോളൂ, ഒന്ന് ചോദിച്ചിട്ട് ഓർഡർ ചെയ്യാമായിരുന്നു. ഇത് ഓരോ ഐസ്ക്രീം, ബർഗർ, ഫ്രൈസ് ഉണ്ട്. അപ്പം ഞാൻ കഴിച്ചിട്ട് വരാം. അങ്ങനെ നമ്മൾ വളരെ സേഫായിട്ട് ഇവിടെ സിയാലിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ വ്ളോഗ് അവസാനിക്കുകയാണ് ഗൈസ്. ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ട്രിപ്പ്. ഭയങ്കര അടിപൊളിയായിരുന്നു. എനിക്കത് പറഞ്ഞറിയിക്കാൻ അറിഞ്ഞൂടാ. ആൻഡ് പാപ്പനോട് ഒരുപാട് താങ്ക്സ്. പാപ്പനില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ട്രിപ്പ് നടക്കത്തേ ഇല്ല. പാപ്പൻ തന്നെയാണ് ഞങ്ങളെല്ലാ ട്രിപ്പിനും കൊണ്ടുപോകുന്നത്. ഞങ്ങളെല്ലാവരും ഹാപ്പിയാണോ, ഓക്കെ ആണോ, ഫുഡ് ഓക്കെ ആണോ, എല്ലാം ഓക്കെ ആണോ എന്നൊക്കെ ആൾ ഉറപ്പ് വരുത്തും. എന്ത് വേണമെങ്കിലും വാങ്ങിച്ചു തരും. അത്ര ഞങ്ങൾ നന്നായിട്ടാണ് പാപ്പൻ കൊണ്ടുപോയി നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് പാപ്പനോട് ഒരുപാട് താങ്ക്സ് പറയാനുണ്ട്. അതുപോലെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരും ദുബായിൽ ഒരു വട്ടെങ്കിലും പോകണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യാണ്. കാരണം അത്രയും കാണാനുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ പോലത്തെ റൂൾസൊന്നുമല്ല. അവിടെ അടിപൊളി നല്ല റൂൾസാണ്. അതും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇങ്ങനെയൊക്കെ റൂളുകളുണ്ട് അവിടെ. പിന്നെ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. എനിക്ക് അവിടെ നിന്ന് പോരണമെന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു വട്ടമെങ്കിലും എനിക്ക് അവിടെ പോകാൻ പറ്റിയതിനും ഇത് നടന്നതിനും വലിയൊരു ആഗ്രഹം തന്നെയായിരുന്നു മനസ്സിൽ, ദുബായി ഒന്ന് പോയി വരണം എന്ന്. അപ്പോൾ ഇത് നടത്തി തന്നതിനും എല്ലാത്തിനും പാപ്പനോട് ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഈ വ്ളോഗ് ഞാനിങ്ങനെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ബൈ.